പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽപ്പാൻ ദൈവം ഇടയാക്കി കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആം, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഈ ക്രൈസ്റ്റ് ഫെലോഷിപ്പിന്റെ കൂടെ ഒന്നുകൂടെ ജോയിൻ ചെയ്യുവാനിടയായത്. ഞാൻ ഇച്ചിരി ജീവിത തിരക്കുകളുടെ കാര്യങ്ങളിലായിരുന്നു. ദയവായി എന്നോട് ക്ഷമിക്കുക. ആ എന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം വായിച്ചുകൊണ്ട് വേഗം തന്നെ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ആമോസിന്റെ അധ്യായം 7:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം എന്നെ ദൈവം അവനോട് സംസാരിപ്പാനിടയായത്. ഞാൻ തന്നെ വായിക്കാം. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേഥേലിലോ ഇനി പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയും മല്ലോ എന്ന് പറഞ്ഞു. അതിന് ആമോസ് അമസ്യാവിനോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ഈ ആമോസിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ നമുക്ക് കാണുക, ഉസിയാവിന്റെ കാലഘട്ടത്തിലുണ്ടായ ഭൂകമ്പത്തിന് 2 വർഷത്തിന് മുമ്പേ ഹല്ലേലൂയ പ്രവചിച്ച ഒരു പ്രവചനമാണ് ഈ ആമോസ് ഇന്ന് കാണുവാൻ കഴിയും. ഈ ആമോസിനോട് അമസ്യാവ് എന്ന പുരോഹിതൻ, ബേഥേലിലുള്ള ഒരു പുരോഹിതൻ ഹല്ലേലൂയ ആമോസിനോട് പറയുക, നീ ഇനി എന്ത് ചെയ്യരുത്? പ്രവചിക്കരുത്. ഈ ദേശത്തിനോട് എന്ത് പറയരുത്? ദേശത്തിനോട് ദൈവത്തിന്റെ വചനത്തെ പറ്റി നീ പറയരുത്, ദേശത്തിൽ വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് പറയരുത് എന്ന് അമസ്യാവ് ആമോസിനോട് അമർച്ചയായി കൽപ്പിക്കുക. കാരണം 1 രാജാക്കന്മാർ 12:28 കാണുന്നു, യെരോബെയാം എന്ന മനുഷ്യൻ ഹല്ലേലൂയ യഹൂദയിലേക്ക് രഹബയാം എന്ന രാജാവിന്റെ അടുക്കലേക്ക് യെരൂശലേമിലേക്ക് ചെന്ന് ജനം ആരാധിപ്പാൻ ഇടയാകാതിരിക്കാൻ വേണ്ടി ബേഥേലിലും ദാനിലും 2 കാളക്കുട്ടികളെ നിർത്തുവാനിടയായി. ഈ 2 കാളക്കുട്ടികൾ ഹല്ലേലൂയ അത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ യെരോബെയാം 2 കാളക്കുട്ടിയെ നിർത്തിയത് എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി യെരൂശലേമിലേക്ക് പോകണ്ട, ഇനി ഈ കാളക്കുട്ടിയെ ആരാധിപ്പാൻ വേണ്ടി യെരോബെയാം നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടേതായ ജീവിതത്തിൽ ഇരിക്കുന്ന ചില കാളക്കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ യേശു അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അറിഞ്ഞിട്ട് അതിനുശേഷം അതിന്റെ പ്രവൃത്തിയെ മറന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളതായ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കാളക്കുട്ടിയുടെ ഹല്ലേലൂയ പ്രവൃത്തികളെ ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടെത്തണം. കർത്താവേ, ഈ ദിവസങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം, കർത്താവേ, എന്റേതായ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില കാളക്കുട്ടിയുടെ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നെങ്കിൽ അതിനെ ഈ ദിവസങ്ങളിൽ അഹരോൻ കാളക്കുട്ടിയെ ഉയർത്തി, അപ്പോൾ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അതിനെ തച്ചുടച്ച്, അതിനെ ഹല്ലേലൂയ അതിനെ തീ കത്തിച്ച് അതിനെ ചാരമാക്കി തോട്ടിൽ ഒഴുക്കിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മളേതായ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില കാളക്കുട്ടിയുടെ അനുഭവങ്ങളെ കണ്ടെത്തി അതിനെ പൊടിച്ചെടുത്ത് അതിനെ തോട്ടിലൊഴുക്കി കളയത്തക്ക രീതിയിൽ ആത്മാവിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കണം. എന്താണ് ഈ ബഥേല് നമ്മളെ ഷിനോ ബ്രദർ അതിനെ ഒന്ന് ടച്ച് ചെയ്തു പോകുവാനിടയായി. യാക്കോബ് ഏശാവിനെ പേടിച്ച് ഓടി പോകുന്ന സമയത്ത് ലൂസ് എന്ന പട്ടണത്തിലെത്തി. ഈ ലൂസ് എന്ന പട്ടണത്തിൽ യാക്കോബ് കല്ല് തലങ്ങണയായി കിടന്ന ശേഷം ആ സമയത്ത് അവനൊരു ദർശനം കാണുവാനിടയായി. സ്വർഗത്തിലോളം ഉയരമുള്ള കോവേണിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം അവൻ കിടന്ന സ്ഥലത്ത് കാണുവാനിടയായി. അവൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, ഇവിടെ വാസ്തവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ഇവിടെ ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്, ഇവിടെ ദൈവത്തിന്റെ ആലയം ഉണ്ട് എന്ന് പറഞ്ഞ് ആ കല്ലിൽ
ഹല്ലേലൂയ, കല്ലിൽ ആ കയ്യിൽ ഉണ്ടായിരുന്ന എണ്ണ ഒഴിച്ചിട്ട് അവൻ ആ ലാബാന്റെ ആ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. ഹല്ലേലൂയ. ഈ ബെഥേലാണ് ദൈവദൂതന്മാർ ഇറങ്ങിയ ആ സ്ഥലത്തിന് യാക്കോബ് ബെഥേൽ എന്ന് പേരിടുവാൻ ഇടയായി. ഈ ബെഥേലാണ് ഇന്ന് ഒരു കാളക്കുട്ടിയെ അവിടെ ഉണ്ടാക്കി, അവിടെ കാളക്കുട്ടിയെ ആരാധിക്കുവാൻ തക്ക രീതിയിൽ യരോബെയാം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ അവർ പലപ്പോഴും എന്ത് ചെയ്തു? കാളക്കുട്ടിയുടെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിപ്പാൻ അവർ ഇടയാകുവാൻ ഇടയായി. ആ സമയത്ത് ആമോസ് എന്ന ഒരു പ്രവാചകനെ അവിടെ എഴുന്നേൽപ്പിച്ചു. എന്നെ ഒരുപാട് എന്നെ ടച്ച് ചെയ്ത ഒരു കാര്യം, അതിന് ആമോസ് സമസ്യ അവനോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ നാടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഈ ദിവസങ്ങൾ നമ്മളെ ഒന്ന് പിടിക്കണം. കർത്താവിന്റെ കരം, ദൈവം നമ്മുടെ കരത്തിൽ ഒന്ന് പിടിക്കുമ്പോ നമ്മൾ പലപ്പോഴും ആടുകളെ തീറ്റുന്നവരായിരിക്കാം, നമ്മളെ അറിവില്ലാത്തവരായിരിക്കാം, നമുക്ക് ബുദ്ധിശക്തി ഇല്ലാത്തവരായിരിക്കാം, നമുക്ക് കഴിവില്ലാത്തവരായിരിക്കാം, ഒരു വാക്യം പറയുവാൻ കഴിയാത്തവരായിരിക്കാം, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവരായിരിക്കാം. ഈ ദിവസങ്ങളിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോ ഈ കാട്ടത്തിപ്പഴം പറിച്ചവനെ, ഈ ആട് മേയിച്ചവനെ, ഇസ്രായേലിന് വേണ്ടി പ്രവചിപ്പാൻ, ഇസ്രായേലിന്റെ തെറ്റുകളെ കണ്ടെത്തി ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ആ രാജാവിനോടും ആ ദേശത്തോടും ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുവാനും അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും ആമോസിനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് ആമോസിനെ പോലെ ഈ ദിവസങ്ങൾ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയുടെ കാലഘട്ടത്തിൽ ഏലിയുടെ കണ്ണ് കുരുടായപ്പോ, ദൈവവചനത്തിന്റെ ശോഷണത്തിന്റെ അവസ്ഥയിൽ കടന്നു വന്നപ്പോ അവിടെ ശമൂവേൽ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഓരോ ദേശത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ദേശത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്നറിയാമോ? ആ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ ദേശത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പോരാടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് ഓരോ ശമൂവേൽമാരായി, ഓരോ ആമോസായി, ഓരോ പൗലോസായി, ഓരോ പത്രോസായി, ഓരോ ഫിലിപ്പോസായി, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓരോ ദേശത്താക്കി വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഇന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടേതായ കണ്ണിന് ഉറക്കവും നമ്മുടെ കൺപോളയ്ക്ക് മയക്കവും പിടിച്ച് ദൈവാത്മാവിന്റെ നമ്മൾ പലപ്പോഴും യോദ്ധാവിനെ പോലെ നിൽക്കേണ്ട സ്ഥാനത്ത് അവിടെ ഇന്ന് പലപ്പോഴും ഉറങ്ങി ഹല്ലേലൂയ നമ്മുടേതായ ദൈവ തേജസ് ഈ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടേതായ ജീവിതത്തിൽ ഏതെങ്കിലും വിഗ്രഹങ്ങൾ കാളേതായ ഏതെങ്കിലും വിഗ്രഹങ്ങൾ നമ്മുടേതായ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എന്നെ ഭരിക്കുന്നത് കാളയാണോ? കാളയെ ആരാധിക്കുവാനാണോ? അതോ എന്നെ ഭരിക്കുന്ന ദൈവത്തിന്റെ നിശ്ചയമാണോ? ഈ ദിവസങ്ങൾ ഒരു കാലഘട്ടത്തിൽ ദൂതന്മാർ ഇറങ്ങിയതാണ്, ഒരു കാലഘട്ടത്തിൽ ദർശനങ്ങൾ ദർശിച്ചതാണ്. ഈ ദിവസങ്ങൾ അതും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ദിവസങ്ങൾ പൊടി തട്ടിയെടുത്ത് ഈ ദിവസങ്ങൾ കർത്താവേ, എന്റെ ദർശനത്തിന് എവിടെ മംഗൽ സംഭവിച്ചു? ഞാൻ ദൈവത്തോട് ഒരു കാലഘട്ടം സംസാരിച്ചു, ഈ ദിവസങ്ങൾ അത് കഴിയുന്നില്ല. ഈ ദിവസങ്ങൾ അതിനെ ശക്തമായി തിരിച്ചു കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ സംജയം ഈ ദിവസങ്ങളിൽ നമ്മുടേതായ ജീവിതത്തിൽ, നമ്മുടേതായ മുറികളിൽ, ഞങ്ങളുടേതായ ഭവനങ്ങളിൽ ഈ ദിവസങ്ങളിൽ കൊണ്ടുവരുവാൻ ഈ ദിവസങ്ങൾ ദൈവാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഇതിനെ വൈൻഡപ്പ് ചെയ്യുക. കർത്താവേ, എല്ലാവരുടെ കണ്ണുകളെ നടച്ചാട്ടെ. കർത്താവേ, കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ, നിന്നിൽ നിന്ന് ദൈവമേ, ഞങ്ങളെ പിടിച്ചതാണ്. അപ്പന്റെ കരം ദൈവം ഞങ്ങളെ പിടിച്ചതാണ്. കർത്താവ്, ഈ ദിവസങ്ങൾ ഞങ്ങൾ ഈ ദേശത്ത് നിൽക്കുന്നത് നിന്റെ കരം പിടിച്ചത് കൊണ്ടാണ്. കർത്താവേ, ഈ ദിവസങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ പതറി നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവമേ, ഞങ്ങളുടെ ദർശനങ്ങളെ കെടുത്തി കളയുന്നുണ്ടെങ്കിൽ, ദൈവമേ,
ഞങ്ങളുടെ ദൈവപാതകൾ വിട്ട് ദൈവത്തിന്റെ സന്നിധി വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദേശത്തിന് മുൻപും പിൻപുമായി നടന്ന് ദേശത്തിന്റെ അങ്ങും ഹല്ലേലൂയ പ്രാന്ത പ്രദേശങ്ങളിൽ നടന്ന് ഈ ദിവസങ്ങൾ സത്യവചനത്തെ പഥ്യത്തോടുകൂടി വിളിച്ചു പറയത്തക്ക രീതിയിലുള്ള ആത്മാവിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിപ്പാൻ ദൈവം ഇടയാക്കുമാറാകണമേ. അപ്പൊ ഹല്ലേലൂയ ഇന്ന് ഈ ക്രൈസ്റ്റ് ഫെലോഷിപ്പിൽ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇടപെടുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ദൈവത്തിന്റെ ശക്തിയുടെ വലിയ കരം ഇന്ന് ഹല്ലേലൂയ വ്യാപരിപ്പാൻ ദൈവം ഇടയാക്കുമാറാകണമേ. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ പുതുക്കം, ആത്മാവിന്റെ ഹല്ലേലൂയ ഒരു യോദ്ധാവിനെ പോലെ എടുത്തു ചാടത്തക്ക രീതിയിൽ ആത്മാവിന്റെ ബലം വ്യാപരിപ്പാൻ ദൈവം ഇടയാക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാളെടുപ്പാൻ കഴിയാതെ, വചനത്തിന്റെ ഹല്ലേലൂയ കർത്താവെ വചനമെടുപ്പാൻ കഴിയാതെ പലപ്പോഴും മങ്ങി മുറങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഒരു മാനസാന്തരം കടന്നു വന്ന് പുതിയൊരു ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി കടന്നു വന്ന് കർത്താവേ ഹല്ലേലൂയ കർത്താവേ ദൈവത്തിന്റെ ആത്മാവ് ഏത് രീതിയിൽ ഇടപെടണമോ ആ രീതിയിൽ കർത്താവെ പ്രവചന ദൂതായി ദർശനം കണ്ട് ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയത്തക്ക രീതിയിൽ ആത്മാവിന്റെ പുതുബലം ഈ ദിവസങ്ങൾ വ്യാപരിപ്പാൻ വേണ്ടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് കർത്താവെ കേൾപ്പിച്ചിരിക്കുന്ന ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആമോസിനെ പോലെ ഈ ദിവസങ്ങൾ ആമോസിനെ പോലെ എഴുന്നേൽപ്പിപ്പാൻ കർത്താവെ നെഗറ്റീവ് തോട്ടുകളും കർത്താവ് ഞങ്ങളെ പിടിച്ചു ഉലയ്ക്കുന്ന ചില നെഗറ്റീവ് തോട്ടുകൾ നീ പ്രസംഗിക്കേണ്ട, നീ പറയേണ്ട, ഞങ്ങളുടെ സഭാതലത്തിൽ ഉണ്ടാകുന്ന എല്ലാ തോട്ടുകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ പുറത്തു വരുവാൻ കർത്താവ് ഞങ്ങളിലുള്ള അഭിഷേകത്തെ പുറത്തു വരുവാൻ കഴിയാതെ തടയിട്ട് നിൽക്കുന്ന എല്ലാ വ്യാപാര ശക്തികളെയും എല്ലാ അന്ധകാര ശക്തികളെയും ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ജയം പ്രാപിച്ച് പുറത്തു കൊണ്ടുവരത്തക്ക രീതിയിൽ ഒരു ശക്തി ഈ ദിവസങ്ങൾ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പാൻ വേണ്ടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. അതിനായി ദൈവം ഞങ്ങളെ ഒരുക്കുന്നു കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരൻ, നമുക്ക് ആ ഒരു കാലഘട്ടത്തിന്റെ വിഗ്രഹത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് നമ്മെ സംബന്ധിച്ചും പുതിയ നിയമസഭയോടനുബന്ധിച്ച് ദൈവത്തെക്കാൾ എന്തോ പ്രാധാന്യം കൊടുക്കുന്ന അതൊരു പലപ്പോഴും വിഗ്രഹമാകുന്ന സ്റ്റേജ് ഉണ്ട്. ദൈവത്തെക്കാൾ സന്തോഷിപ്പിക്കുന്ന